വെറുതെ ഇങ്ങനെ മിനിസുണ്ടോ അല്ലേ എന്നൊക്കെ വെറുതെ നോക്കിയായിരിക്കും. അയാൾക്ക് പോലും ഖുതുബയുടെ കൂലി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൊബൈൽ നോക്കിയാലോ എന്തായാലും പോകുന്ന ഉറപ്പല്ലേ? പേഴ്സ് എടുത്ത് നോക്കി, അല്ലെങ്കിൽ സീലിംഗ് മറ്റ ഡിസൈൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇമാം ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റാണ് നടക്കുന്നത്. ഇനി തിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദിക്റാണത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. മിണ്ടാണ്ടിരിക്കണം. ഖുതുബ ഓതുമ്പോൾ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ, അറിയാലോ. ചില ഖുതുബ ഓതുമ്പോൾ അറിയാതെ തസ്ബീഹ് ചെല്ലാൻ പാടില്ല എന്നാണ്. ഖുതുബ നടക്കുമ്പോൾ തസ്ബീഹ് ചെല്ലാൻ പാടില്ല. ഇമാമിന്റെ ഖുതുബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. അതൊരു അദബാണ്. ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഓടി വരണം എന്നാ പറഞ്ഞത്. അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല. കൂട്ടത്തിൽ കാര്യം കൂടെ പറയാം. പള്ളി കമ്മിറ്റിക്കാർക്ക് അവിടെ എന്തായാലും ഒരു പിരിവിട്ടൽ ആവശ്യക്കാർ അവർ ബക്കറ്റ് കൊടുത്തേക്കും. ഇമാം ഖുതുബ തുടങ്ങേണ്ട മുമ്പ് കൊടുത്തയച്ചോളി, അല്ലെങ്കിൽ ഖുതുബ കഴിഞ്ഞിട്ട്. ഈ ഖുതുബ നടക്കണേ ഇങ്ങനെ കൊടുത്തേക്കാം. അവരെ പേഴ്സ് എടുത്ത് ചില്ലറെടുത്ത് മാറ്റും പോയില്ലേ, ജുമാന്റെ ഖുതുബന്റെ കൂലി പോയില്ലേ. ഖുതുബ നടക്കുമ്പോൾ ചെയ്യരുത്, ഖുതുബന്റെ മുമ്പ് ചെയ്തോളി. ഖുതുബ കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇങ്ങനെ വിട്ടോളി, കുഴപ്പമില്ല. ഖുതുബ നടക്കണേ ചെയ്യാം.